തൃപ്പൂണിത്തുറയിൽ റാഗിങ്ങിന് ഇരയായി 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു. ആത്മഹത്യ ചെയ്ത മിഹിർ അഹമ്മദിൻ്റെ അമ്മാവൻ PM മുഹമ്മദ് ഷെരീഫ് 24നോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഷെരീഫ്. എനിക്കറിയാം നിങ്ങളുടെ കുടുംബം വല്ലാത്ത സങ്കടത്തിലാണ്. മാത്രമല്ല ഈ കുട്ടി വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ വാർത്തകൾ ലഭിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടിയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. മിഹിർ അഹമ്മദ് ഒരുപാട് പീഡനത്തിന് വിധേയമായി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നു. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഇത് നിഷേധിച്ചിട്ടുമുണ്ട്. താങ്കൾ വലിയ സങ്കടത്തിലാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നത് അവരതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല, അത്ര വലിയ സംഭവങ്ങൾ ഉണ്ടായതായി അവർക്ക് അറിവില്ല, ഈ സ്കൂളിനെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ എന്ന രീതിയിൽ അവർ ന്യായീകരണങ്ങളുമായി വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഇത് നമ്മൾ സ്കൂളിന് 23-ാം തീയതി അയച്ചിട്ടുള്ള പ്രിൻസിപ്പളിന് അയച്ചിട്ടുള്ള മെയിലാണ്. നമുക്ക് കിട്ടിയ പ്രൂഫും നമ്മൾ ഈ നടന്ന ഇൻസിഡൻറ്റും എല്ലാം വെച്ചിട്ട് നമ്മൾ പ്രിൻസിപ്പളിന് അയച്ചിട്ടുള്ള ഒരു മെയിലാണിത്. ഈ മെയിലിന് അവർ റിപ്ലൈ തന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവരിതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് തന്ന റിപ്ലൈ. ഈ മിഹിർ അഹമ്മദ് എവിടെ ഈ ഫ്ലാറ്റിലായിരുന്നു താമസിക്കുന്നത് അല്ലേ? അതോ ഈ മിഹിറിൻ്റെ കുടുംബം മുഴുവൻ ഈ ഫ്ലാറ്റിലേക്ക് മാറിയിരുന്നു, തൃപ്പൂണിത്തുറ ഫ്ലാറ്റിലേക്ക്? എല്ലാവരും അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്, തൃപ്പൂണിത്തുറ. അത് ഈ മിഹിറിൻ്റെ പഠനത്തിന് വേണ്ടിയായിരുന്നു അവിടെ താമസിച്ചിരുന്നത്, അതോ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? അല്ല, അവരാദ്യം അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അല്ല, ഈ മിഹിറിനോട് ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികളെ റാഗിങ് നടത്തുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു, അതോ നിരന്തരം ഇവർ പീഡിപ്പിച്ചിരുന്നു? എങ്ങനെയായിരുന്നു? മിഹിർ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല, മിഹിർ നമ്മളോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മിഹിറിൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് മിഹിർ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ സ്കൂൾ മാനേജ്മെന്റിനോട്, പ്രിൻസിപ്പലിനോടോ മറ്റോ എപ്പോഴെങ്കിലും മിഹിർ പരാതി പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞതായിട്ട് നമ്മൾ അറിയില്ല. നിങ്ങൾ ഈ സംഭവം നടന്നതിന് ശേഷം അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ റാഗിങ് നടക്കുന്ന സ്കൂളായിട്ട് അങ്ങനെ പരാതികൾ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? നമ്മൾ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ ശേഷം നമ്മളിത് അന്വേഷിച്ച് തുടങ്ങിയതിന് ശേഷം നമ്മളെ പോസ്റ്റിൻ്റെ അടിയിലും അല്ലാതെയും നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ ആ സ്കൂളിൽ ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് 2009 പഠിച്ച ഒരു കുട്ടിക്ക് പോലും ഉണ്ടായ ഇൻസിഡൻറ്റ് കാരണം ആ ട്രോമയിൽ ഇപ്പോഴും ആ കുട്ടി അയാൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം. അതേപോലെ ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് വേറെ ആ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളെ കമൻസിലും നമുക്ക് കിട്ടുന്ന മെസ്സേജസും നമുക്ക് മനസ്സിലാവുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെൻറ്റ് നിങ്ങളുള്ള പെരുമാറ്റം എങ്ങനെയാണ്? അവരിത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്? കാരണം ഇത് ഒരു സ്കൂളിലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. അതെ. പക്ഷേ നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇത് അവരൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുത്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. മിഹിറിനോട് താങ്കൾ അവസാനം സംസാരിച്ച എന്നായിരുന്നു? അപ്പോൾ അവൻ എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് താങ്കൾ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ മിഹിറിനോട് അവസാനമായി സംസാരിച്ചത് ഞാൻ ഖത്തറിലാണ്. മിഹിറിനെ ലാസ്റ്റ് ഞാൻ വീഡിയോ കോൾ ചെയ്തത് ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ ഒരു 3 വീക്സ് ബാക്കാണ് ഞാൻ അവനോട് വീഡിയോ കോൾ സംസാരിക്കുന്നത്. അന്ന് അവൻ എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് താങ്കൾക്ക് തോന്നിയിരുന്നോ? ഇല്ല, തോന്നിയിട്ടില്ല. ഈ മിഹിർ ആത്മഹത്യ ചെയ്യുന്ന ദിവസം വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നോ? അവൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, അവൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, അവൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ മെയ്ഡ് ഉണ്ടായിരുന്നു. അല്ല, അവരോട് എന്തെങ്കിലും പരാതിയോ വിഷമോ പറഞ്ഞിരുന്നോ? കാരണം ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് അവനെ വളരെ അതിഭീകരമായി പീഡിപ്പിച്ചു എന്നാണല്ലോ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതെ. അവൻ ഇതിനെ പറ്റിയിട്ടൊന്നും നമ്മളെ വീട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പം അത് നമ്മൾ അറിയരുതെന്ന് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പുറത്ത് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ അറിയരുതെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഇവൻ ഇതൊക്കെ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഇതൊക്കെ വിവരിക്കുകയോ ചെയ്തിരുന്ന കാര്യം? അത്ര കൂടുതൽ പീഡനങ്ങൾ നടന്ന സ്ഥിതിക്ക് ആരോടും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ.
ഇല്ല, അത് അവൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് അവൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി അവൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് അവൻ പറഞ്ഞിട്ടുണ്ട്. അവരതൊക്കെ പോലീസിനോട് അങ്ങനെയാണ് പറയാൻ നമ്മൾ ആദ്യം തയ്യാറായിട്ടുണ്ടോ? പിന്നീടാണ് നമുക്ക് ചാറ്റ് കിട്ടുന്നതുമൊക്കെ. പോലീസ് അവരെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. മേയറിൻ്റെ അമ്മനെ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ അന്വേഷണത്തിൽ ഈ മിഗർ ഏത് രീതിയിലുള്ള പീഡനമാണ് ഈ വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങിയത്? അവൻ്റെ തല ക്ലോസറ്റിൽ വെച്ച് അമർത്തി ഞെരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ വാസ്തവമാണോ? അതെ, അതൊക്കെ നമുക്ക് അവൻ മരിച്ചതിന് ശേഷം ഒരു ഇൻസ്റ്റാഗ്രാം ഫോറം ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ, ജസ്റ്റിസ് ഫോർ മെഹീർ എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂപ്പിലുള്ള പല സ്ക്രീൻഷോട്ട്സും, അതായത് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സും കണ്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഇങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അവനെ ഫോഴ്സ്ഫുള്ളി ടോയ്ലറ്റിൽ കൊണ്ടുപോയി ടോയ്ലറ്റ് സീറ്റിൽ കേൾപ്പിച്ചു. അതേപോലെ ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്ക് തല ഇട്ടിട്ട് ഫ്ലഷ് ചെയ്തു, ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്നുള്ളതൊക്കെ. അത് മാത്രമല്ല, അവൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് അതിനുശേഷം അതൊരു ഫണ്ണായിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അവൻ്റെ മരണവാർത്ത അവൻ്റെ സ്കിൻ ടോണിനെ പോലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ. അതായത് എനിക്കറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഈ കളറ് പോലും ഇവനെ പീഡിപ്പിക്കുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിലെ പള്ളിക്കൂടങ്ങളിലും കോളേജുകളിലൊക്കെ തന്നെ റാങ്കിങ് പൂർണ്ണമായും പോയി എന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു നമ്മൾ. അപ്പോഴാണ് ഈ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പോലെ അത്യാവശ്യം പോപ്പുലറായ ഒരു പള്ളിക്കൂടത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അവിടെ അതും നിറത്തിൻ്റെ പേരിലും, അതും ഈ വർണ്ണവിവേചനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്ന് അറിയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അവൻ്റെ മരണവാർത്തയിൽ പോലും അവരങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ചാറ്റിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു, പോലീസ് അല്ലാതെ തന്നെ കേസ് എടുത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടികളാണോ ഉള്ളത്? എങ്ങനെയാണ് നിങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങാൻ പോകുന്നത്? എന്ത് നിയമ നടപടികളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വെരി സപ്പോർട്ടീവായിട്ടാണ് ഇപ്പം ഉള്ളത്. പോലീസ് ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് കിട്ടിയ എല്ലാ പ്രൂഫും നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുമുണ്ട്. അവരെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവർ നോക്കുന്നുണ്ട്. അതായത് എങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവർ നോക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നമ്മളെ മോനുണ്ടായി, അവൻ പോയി. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വേറൊരു കുട്ടിക്ക് ഉണ്ടായിക്കൂടാ, ഇനി അങ്ങോട്ട് ഉണ്ടായിക്കൂടാ. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ മകൻ്റെ ഈ വിയോഗത്തിലുള്ള നിങ്ങളുടെ വേദനയിൽ നമ്മളും പങ്കുചേരുകയാണ്. ഞങ്ങൾക്കറിയാം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. ഇനി താങ്കൾ പറഞ്ഞ പോലെ ഒരു കുട്ടിക്കും ഈ അനുഭവം ഒരു സ്കൂളിലും ഒരു കോളേജിലും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ തൃപ്പൂണിത്തുറ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത, റാഗിങ്ങിന് ശേഷം ആത്മഹത്യ ചെയ്ത മിഹിർ അഹമ്മദിൻ്റെ അമ്മാവൻ PM മുഹമ്മദ് ഷെരീഫാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും കർക്കശമായ നടപടികൾ പോലീസ് എടുക്കട്ടെ. ഈ റാഗിങ് എന്ന് പറയുന്ന കാട്ടാളത്തം നമ്മുടെ പള്ളിക്കൂടത്തിൽ അനുവദിക്കാൻ പാടില്ല. കോളേജിലായാലും സ്കൂളുകളിലായാലും ഇത് അനുവദിക്കാൻ പാടില്ല. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വിക്രികൾ കാണിക്കും, അതേസമയം അത് ക്ലോസറ്റിലേക്ക് മുഖം ചേർത്ത് വെച്ച് ഇടിക്കുക, ഞെരിക്കുക, വലിച്ചു നീട്ടുക, അതുപോലെ തന്നെ മറ്റുള്ള വൃത്തികേടുകൾ കാണിക്കുക, ഇതൊക്കെ ഒന്നും കുട്ടികളിൽ നിന്ന് ഉണ്ടാകാതിരിക്കേണ്ടത്, ഉറപ്പാക്കേണ്ടത് സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെയാണ്. സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം സ്കൂൾ മാനേജ്മെൻറ്റ് അറിയാതെ എങ്ങനെയാണ് സ്കൂളിനകത്ത് ഇത്തരം കലാപരിപാടികൾ അരങ്ങേറുക? റാഗിങ് എന്ന് പറയുന്ന കാട്ടാളത്തം നമ്മുടെ നാട്ടിൽ അരങ്ങേറാൻ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഇത് മുളയിലെ തന്നെ നമ്മൾ നുള്ളിക്കളയണം. എത്രയോ കാലമെടുത്ത ആളുകൾ സമരം ചെയ്ത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രവർത്തിച്ചാണ് ഈ റാഗിങ് എന്ന സംഭവം ഇവിടെ ഇല്ലാതാക്കിയത്. അത് വീണ്ടും മുളപൊട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് പ്രതിഷേധാർഹമായ കാര്യമാണ്. അതിനെതിരെ കർക്കശമായ നടപടികളുമായി പൊതുസമൂഹവും അതുപോലെ പോലീസും മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.